ഹായ്, അടിപൊളി പോർക്ക് കറി ഉണ്ടാക്കാം കേട്ടോ. അതേ പച്ച കുരുമുളക് അരച്ച് നമുക്ക് കറി വെക്കാം. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കുരുമുളക് ഉള്ള സമയത്തല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി അടുത്ത കൊല്ലം ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 2 കിലോ പോർക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചുവന്നുള്ളി, സവോള, കറിവേപ്പില, തേങ്ങാക്കൊത്ത്, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് കുരുമുളക് അരച്ച് വെച്ചിരിക്കുന്ന മിക്സിയിലിട്ട് നന്നായിട്ട്. മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ് പാകത്തിന്. കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ല ബ്രൗൺ നിറമായിട്ട് വഴറ്റിയെടുക്കാം. ആയിട്ടുണ്ട്. ഇനി തേങ്ങാക്കൊത്തിടാം. ഉപ്പായിട്ടുണ്ട്. തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പേസ്റ്റൊക്കെ നല്ല മൂപ്പായി മണം വരുന്നുണ്ട്. ഇനി മസാല ചേർക്കാം. എണ്ണയൊക്കെ തെരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് അരച്ച് വെച്ച കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് നല്ല പച്ചമണമൊക്കെ പോയി നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം മതി. ഇവിടെ ഇറച്ചിക്കകത്ത് വെള്ളം ഉണ്ടല്ലോ. നല്ല പച്ച കളറായിട്ട് അടിപൊളിയല്ല കാണാൻ. ഇഷ്ടംപോലെ ഗ്രേവി. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടംപോലെ ഗ്രേവി ഉണ്ട്. വേഗം ഉണ്ടാക്കിക്കുക. കുരുമുളക് തീർന്നു പോകുന്നതിന് മുമ്പ് ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും. പിന്നെ ഇതിനെ പറ്റിയ പേരും കൂടി പറയണം കേട്ടോ. പോർക്കും കപ്പയും കൂടിയാണ് കേട്ടോ. എന്നാൽ ഇച്ചിരി കുരുമുളക് കൂടി പോയി നോർത്ത് ഒരു കുഴപ്പമില്ല. എരിവൊന്നും തോന്നിക്കില്ല.